എന്നാലും എന്റെ നാട്ടുമാരെ നിന്റെ പൊന്നാങ്ങളേക്കെന്നെ വേണ്ട പോലും. എന്നാലും എന്റെ നാട്ടുമാരെ നിന്റെ പൊന്നാങ്ങളേക്കെന്നെ വേണ്ട പോലും. അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ചുമായിട്ട്. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് വാഗമണിലാണ്. വാഗമണിലെ പ്രകൃതി രമണി ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പം വാഗമണിലെ ഏലപ്പാറയിലുള്ള 4 സീസൺ വില്ലയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കടുവാപ്പാറ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കടുവയെ കാണിക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ. ഈ സ്ഥലത്തിന്റെ പേര് കടുവാപ്പാറ. ഇവിടെ കടുവയുണ്ടെന്ന് അത് കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഗൈസ് അപ്പോൾ ഞങ്ങൾ ചെറിയ ട്രിപ്പായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചൊരു വ്ളോഗ് എടുക്കാം, ഒരു ഈറ്റിംഗ് ചലഞ്ച് വെറൈറ്റി സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ പുതിയ ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ കേട്ടോ. ഈ 4 സീസണിൻ്റെ ഓണർ ഇദ്ദേഹമാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് വാഗമണ്ണ് 10 കിലോമീറ്റർ, ഏലപ്പാറയിൽ നിന്ന് 3 കിലോമീറ്റർ, കടുവാപ്പാറ എന്ന സ്ഥലത്താണ്. ഹെലിബുരിയ ടീ എസ്റ്റേറ്റ്. ഇത് പുറയിൽ കാണാൻ പറ്റും. നമ്മുടെ ടീ മലകളാണ്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ 2 പ്രോപ്പർട്ടി വിത്ത് സ്വിമ്മിംഗ് പൂളാണ്. ഒരു 30 പേർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല പ്രൈവസിയുള്ള, നല്ല തണുപ്പുള്ള, നല്ല കോടമഞ്ഞിൻ്റെ നടുവിലുള്ള 2 പ്രോപ്പർട്ടിയാണ്. സൂപ്പർ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അടിച്ചു പൊളിക്കാം. അതെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താണ് മാനേജറും പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഇദ്ദേഹം. സാമിയാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈറ്റിംഗ് ചലഞ്ച് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സാമി ആയതുകൊണ്ട് മാത്രമാണ് നെക്സ്റ്റ് ടൈം നമുക്ക് വരാം. ഇദ്ദേഹമാണെങ്കിൽ ഇരുമ്പ് ജോൺ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. സ്വന്തമായിട്ട് ഇദ്ദേഹം തന്നെ വിളിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് ഷാനവാസ് താഴത്തങ്ങാടിയിൽ. അത് അപ്പോൾ നിങ്ങൾ അങ്ങനെ വിളിക്കാറ് ചില പറ എന്നെ ഉണ്ടോ? പല ഷായിച്ചേട്ടൻ എടുക്കുന്ന സമയം പോലെ നമ്മളോട് വരുന്ന പല ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ആയിട്ടും വലിയ ഗ്രൂപ്പായിട്ടും ഫാമിലി ആയിട്ടും വരുന്നവരുണ്ട്. ബാച്ചിലേഴ്സായിട്ട് വന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് പോകും. കാരണം നല്ല വൈബുള്ള സ്ഥലം. വൈകിട്ട് അതുപോലെ ഓളാണ്. പിന്നെ അതുപോലെ ഇവിടെ മ്യൂസിക്സ്, അതുപോലെ പാട്ട് പാടാൻ കഴിവുള്ളവർക്ക് ഏത് രീതിയിലുള്ള പാട്ട് പാടാം. ക്യാമ്പ് ഫയർ സെറ്റപ്സ് എല്ലാം ഉണ്ട്. അതുപോലെ ബാർബിക്യൂ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന നല്ല കുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നല്ല ഫുഡ് കേട്ടോ. നല്ല രീതിയിൽ ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. വീഡിയോയുടെ പ്രത്യേകത തന്നെ നല്ല ഇവിടെ തന്നെ വെച്ച് എന്ത് ഫുഡ് വേണമെങ്കിൽ തരൂലേ. ഏത് രീതിയിലുള്ള ഫുഡും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ പ്രശ്നം. ഇവിടെ ആണെങ്കിൽ അപ്പുറം ഇപ്പുറമൊന്നും വീടൊന്നുമില്ല. നമ്മുടെ വീട് മാത്രമല്ലേ. ഫ്രണ്ടിലാണെങ്കിൽ തേയിലത്തോട്ടമാണ്. അതുകൊണ്ട് ഫുൾ പ്രൈവസി. അടിച്ച് പൊളിക്കും. ഒരു കുഴപ്പമില്ല. നമുക്കാണെങ്കിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡീറ്റെയിൽസ് എല്ലാം. അപ്പം നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇവിടെ വരിക. അടിപൊളി. ഇവിടെ അത്രയും എനിക്ക് തോന്നുന്നത് ഒരു 40 പേരൊക്കെ വന്ന് അടിച്ച് തകർക്കാൻ പറ്റും. ഇവിടെ 7 ബെഡ്റൂമുണ്ട്. സൂപ്പർ ആംബിയൻസ് ആണ്. എല്ലാവരും തകർത്തിങ്ങ് പോരുക. ഓക്കെ, നമുക്കിപ്പോൾ ചലഞ്ചിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ നല്ല നാടൻ ചോറും ഇവിടുത്തെ സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. അടിപൊളി മീനും ചോറുമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിനീഷ് ബ്രോ ഇന്നും മത്സരത്തിനുണ്ട്. ബിനീഷ് ബ്രോയ്ക്ക് എതിരാളിയായിട്ട് നമ്മുടെ അഷറഫുണ്ട് നമ്മുടെ ഇവിടുന്ന്. അഷറഫും പിന്നെ വേറെ ഇതിന്റെ നമ്മുടെ ചേട്ടനാണെങ്കിൽ ഓണറും ഇദ്ദേഹത്തിന്റെ മാനേജറും മികച്ച പാട്ടുകാരാട്ടോ. എന്നാലും രാത്രി മുഴുവൻ പാട്ടായത്. രാത്രി മുഴുവൻ അടിപൊളി പാട്ട് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. അടിപൊളി പാട്ട് 2 പേര് കേട്ടോ. ഇവർ 2 അമ്മാതിരി പാട്ടാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നവർക്ക് നല്ല ഗാനം ആലപിച്ച് കേട്ടുകൊണ്ട് നമുക്ക് കഴിക്കാം. അപ്പം ഇവിടെ വെച്ചിട്ടുള്ള ചോറും മീൻകറിയും പുളിശ്ശേരിയുമാണ് നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. നന്ദുവളിയുണ്ട്, ഞാനുണ്ട്. ഞാനില്ല മാറിപ്പോയി, സോറി. ബിനീഷ് ബ്രോ ഉണ്ട്, നമ്മുടെ അഷറഫുണ്ട്. അപ്പോൾ ഇവർ 3 പേരാണ്. നമ്മുടെ നിതിനളിയിലും നിതിനും പ്രവീണും കേടിയൊന്നും ഇല്ല. അവർ വരാൻ പറ്റിയില്ല അവർക്ക് കേട്ടോ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് വയ്യായിരിക്കും പറഞ്ഞായിരുന്നു. പ്രവീൺ ബ്രോ നാട്ടിൽ, പുള്ളി ഗോവയ്ക്ക് പോയി. ഇതിനാണെങ്കിൽ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് വരാൻ. അപ്പോൾ എന്തായാലും ചേട്ടാ പോയാലോ? ഞങ്ങളായാലും വരും, പിള്ളേരൊക്കെ വരുമ്പോൾ ഒന്ന് ചെറിയ ഡിസ്കൗണ്ട് കേട്ടോ. ഏറ്റവും എല്ലാം സെറ്റാക്കുന്നുണ്ട്. നമുക്ക് പോവാം. അപ്പോൾ അടിപൊളി മീൻ മുളക് ഇട്ടല്ലേ ചേട്ടാ? മീൻ മുളക് ഇട്ടത്. ഇതൊരു എവിടുത്തെ സ്ഥലം ചേട്ടാ?
ഇതാണ് തൃശ്ശൂർ സ്റ്റൈൽ കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് ഒരു കുറേ തവി ചാറ് കുടിച്ചിട്ടിരിക്കുകയാണ്. സംഭവം ഫുൾ മീനാട്ടോ, ഏകദേശം ഒരു 1/2 കിലോക്ക് മുകളിലുള്ള 4-5-6 മീനുണ്ട്. അത് കറിയെല്ലാം കൂടെ വെച്ചിട്ട് എന്തോ കാണിച്ചോളൂ. അപ്പോൾ അതൊക്കെ ഇടാതെ ഫുള്ളായിട്ട് ഇവിടുത്തെ ഷെഫ് വെച്ചാണ്. അതെ കൊള്ളാം. കൊള്ളാം. കഴിച്ചപ്പോൾ ഇവിടുത്തെ ഷെഫ് വെച്ചാണ്. ഇവിടെ ആണെങ്കിൽ ഒരു അമ്മയും അച്ഛനുമാണ്. നല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, അടിപൊളി. വീട്ടിലെ ഫുഡ് അടിപൊളി ഉണ്ടാക്കുന്നത്. അന്യായ ടേസ്റ്റാണ്. നമ്മൾ വെറുതെ പറയുന്നില്ല, സത്യത്തിൽ വെറുതെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. കണ്ട് നമ്മുടെ മീനും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കിട്ടാവുന്നതല്ല, നമ്മൾ എടുക്കാവുന്നതിൽ വെച്ചിട്ടുള്ള വലിയ മീനാണ് കേട്ടത്. അതായത് വലുതാട്ടത് വലിയ മീനാണ്, 1/2 കിലോ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനൊക്കെ ചെറുത് കേട്ടോ, ഉള്ള കാര്യം പറയാം. അഷറഫിന് കുറവാട്ടോ, അഷറഫിന് കുറവാണ്. ഇതും പക്ഷെ ഏറ്റവും വലുപ്പം ഇവിടെ. ശരി. അപ്പോൾ അവിടെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്ക് രണ്ടുപേരും ഇവിടെ ഉണ്ട് കേട്ടോ. രണ്ടുപേരുടെ പാടിക്കോളും. സുബിനും ഇദ്ദേഹവും കൂടെ ഡാൻസ് കളിച്ച് ചൂട് വെച്ചോളൂ. എന്താ അപ്പോൾ അവിടെ മുള്ളു നോക്കണം കേട്ടോ. ഹോട്ടലല്ലേ ഇത്, നോക്കി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. പിന്നെന്താ മാറ്റി വെച്ചോ. റെഡി പൊടിക്കല്ലോ. എന്താ ചോദിച്ചു പപ്പടം പൊടിക്കാമെന്ന്. 1 2 3 ഗോ. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമാരി പെയ്യുമ്പോൾ ആരിന്നാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമാരി പെയ്യുമ്പോൾ ആരിന്നാരാമമാകുന്നു രാവിൽ. വെള്ളി നിലാവൽ ചെണ്ടിയിലിരുന്ന് കാറ്റിലതു പറഞ്ഞാടി. അല്ലിപ്പൂത്താരം കാറ്റിലുലഞ്ഞ് ആമ്പലം നലിഞ്ഞാടുമ്പോൾ മൂളിപ്പോയി പരിമളം. ലാ 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 ലാ. രാവിൻ പൂന്തേൻ തേടും പൂങ്കാറ്റേ പാടാൻ നീയും പോരാമോ. വേല കഴിഞ്ഞ് ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞ് ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാൻ. ചെല്ലപ്പൂ ചെണ്ടെന്ന് കൂടെ കൊണ്ടും തരം. ലാലല്ലാ ലാ 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 ലാലല്ലാ ലാ 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 ലാ. ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മുള്ള് മാത്രം, മീൻ മുള്ള് ഇല്ല. തൊട്ടുപിറകെ നന്ദോളിയിലുണ്ട്. നന്ദോളിയും തൊട്ടുപിറകെ അടിച്ചു കയറി വരുന്നുണ്ട്. ഹോട്ടലാണ്. എത്ര രൂപ ബില്ലെന്ന് പറഞ്ഞ ഇതിന്റെ ഫുൾ ചെലവില്ലേ? അതെല്ലാം ഇവിടെ അഷറഫിലാണ്. അത് ആ നേട്ടർ ഇരിക്കുകയാണ്. ഇതിൽ പരാജയപ്പെടുന്ന ആളാണ് ഇവിടുത്തെ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇതിന്റെ മെയിൻ. അതാണ് ഇന്ന് ഇതിൽ നോക്കുന്ന ആളാണ് ഇവിടുത്തെ പേ ചെയ്യുന്നത് മൊത്തം കേട്ടോ. ഫുൾ പേ ഫുഡിന്റെ ഉൾപ്പെടെ. അത് ഏറ്റവും ആള് മീനെ കാണാനില്ല കേട്ടോ. അല്ല മീനെ കാണാനില്ല. അല്ല മീന് മുള്ളു മാത്രമേ കേട്ടു. എന്താണ് ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ അതാ അല്ല ബില്ല് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അഷറഫ് കയറി വരുന്നു. ബില്ല് കൊടുക്കത്തില്ല. ജന്മം പോയ ജീവിതത്തിൽ കൊടുത്തില്ല ബില്ല്. കഴിക്ക് നന്ദോളിനെ തോപ്പിക്കാൻ അഷറഫ് തൊട്ട് പറയുന്നുണ്ട്. ഇല്ല നോക്കരുത്, ബില്ല് കൊടുക്കത്തില്ല. ബില്ല് ഒരിക്കലും ഞാൻ കൊടുക്കത്തില്ല. ബില്ല് അറിഞ്ഞിട്ടില്ല. 2 മിനിറ്റ് നന്ദോളി. അല്ല അഷറഫ് മത്സരിക്കുന്നു ബില്ലിന് വേണ്ടി. ബില്ലിന് വേണ്ടി മത്സരിക്കുന്നു. ബില്ല് ആര് കൊടുക്കും? പുളിശ്ശേരി കൊടുക്കാം. ഇല്ല നന്ദോളിയൻ പറയുന്നു ഞാൻ കൊടുക്കത്തില്ല ബില്ല് കൊടുത്ത്. നീ തന്നെ കൊടുക്കും. അഷറഫേ നീ കൊടുത്തു, ഞാനില്ല. പുളിശ്ശേരി വെച്ച് കാച്ചുന്നു.
പുളിശ്ശേരി. മീനൊക്കെ ഉണ്ട്. മീനൊക്കെ കൊന്നിട്ടേക്ക് വന്നത് തല്ലിക്കൊന്നിട്ട്. ആ അവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ല. 2 മിനിറ്റ് തീർക്കുന്നു. നന്ദുവള്ളിയിൽ മീനുണ്ട് കേട്ടോ. ഇവിടെ മീനുണ്ട്. ഇല്ല, അശറാഫ് കയറുന്നു. ഓ ഇവിടെ തല്ലിക്കൊന്നിട്ടുണ്ട് മീനെ. കഴിച്ചപ്പോ നമ്മുടെ നന്ദുവളിയനെ വട്ടം പിടിക്കാൻ വേണ്ടി കേട്ടോ. ഇവിടെ മീനുണ്ട് കേട്ടോ. അശറാഫ് മീനുണ്ട് ഇവിടെ. അശറാഫ് മീനുണ്ട് ഇവിടെ. കഴിച്ചോ. ഓ ഓ ഓ ഓ കേറി വരുന്നു. വളരെ ശ്രദ്ധയോടെ ഓരോ മുള്ളും പിറക്കെടുക്കുന്നുണ്ട് പുള്ളി കേട്ടോ. അതൊക്കെ പക്കയാണ് പുള്ളി. ഒരു പക്ഷേ പഞ്ചായത്തിലെ ഓരോ അരിമണിയും അശറാഫ് കേറുന്നു. മീനുണ്ടോ മീനുണ്ടോ. മനസ്സിലോട്ടോ. ഒപ്പത്തിനെ കേറി വരുന്നു. മീനുണ്ട്. ആരാണ് കഴിക്കുന്നത് ആദ്യം? ആർക്കാണ് ആ ഭാഗ്യം? അഷ്റഫാണോ നന്ദു ആണോ? ഇവിടെ മീനുണ്ട്, പക്ഷെ അവിടെ മീനില്ല കേട്ടോ. മീനെ തല്ലി കളിക്കുന്നിട്ടുണ്ട്. കഴിഞ്ഞിരിക്കുകയാണ് നന്ദു. ഓക്കെ കഴിഞ്ഞു. അഷ്റഫ് കയറുന്നു. കഴിഞ്ഞു. നിങ്ങൾ ഭാഗ്യവാനാണ് കേട്ടോ. ഭാഗ്യം ചെയ്തതാണ് നിങ്ങൾ കേട്ടോ. ഇതെന്തോ വൃത്തിയായിട്ട് ഞാൻ കഴിച്ചോട്ടോ. ഇല്ലേ ഒപ്പത്തിന് പത്തില്ലേ ലാസ്റ്റ്. അത് ബില്ലെന്ന് പറഞ്ഞ പുള്ളി മേടിച്ചു കേട്ടോ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചൊക്കെ അറിയില്ലേ. അല്ല ഫുള്ള് ചോറായിരുന്നു ആദ്യം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് നിറച്ച് ചോറായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോറങ്ങ് തീരാൻ തുടങ്ങി. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളി? നമ്മൾ 2 മിനിറ്റ് എടുത്തുള്ളൂ പുള്ളി. അല്ല വേറെ ചേട്ടൻ പാട്ട് കഴിഞ്ഞപ്പോൾ പാട്ടിന്റെ പകുതി പാടിയുള്ളൂ അല്ലേ? അല്ല അപ്പൊ മതി വെച്ചപ്പോ തീർന്നു ഇവിടെ ചോറ്. ഇവിടെ ചോറ് കയറുന്നു. മീനെ കണ്ടില്ലേ? അതിവിടാ മീനെ തല്ലിക്കൊന്നെങ്കിൽ അല്ല മത്സരം മത്സരം മുറുകിക്കൊണ്ടിരിക്കുക. ഓ നമുക്ക് ഇതിനോട് റെഡിയല്ലേ? ഓക്കെ അല്ലേ ഗൈസ്? അപ്പോൾ നമ്മുടെ മത്സരം കഴിഞ്ഞ് ഒന്നുമില്ല പതിവ് തന്നെ ഇദ്ദേഹം ജയിച്ചു. ബാക്കിയുള്ളത് തോറ്റു എന്ന് തന്നെ പറയുന്നത്. അല്ല സത്യത്തിൽ ഷാജിമൻ ചേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. പുള്ളി ആദ്യമായിട്ട് നമ്മുടെ ഒരു ഈറ്റിംഗ് ചലഞ്ച് കാണുന്നത്. ചേട്ടൻ്റെ പിള്ളേരൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. ചേട്ടൻ ഈ ഈറ്റിംഗ് ചലഞ്ചിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞോന്ന് വിചാരിച്ചിരുന്ന 2 മിനിറ്റിനുള്ളിൽ കഴിച്ചിട്ടോ. ആ വലിയ മീൻ, ഏറ്റവും വലിയ മീൻ എടുത്ത്. എനിക്ക് തോന്നുന്നു 700 ഗ്രാമിന്റെ മീൻ എടുത്ത്. ആ 700 ഗ്രാമിന്റെ മീനൊക്കെ ഉണ്ടെങ്കിൽ മുള്ളു മാത്രമാക്കി നൈസാക്കി വെച്ചിട്ടുണ്ട്. അഷ്റഫ് കുറേ പരിസരം വെച്ച് ബില്ല് എടുക്കാൻ അറിയാൻ വേണ്ടി നടന്നില്ല കേട്ടോ. കുറേ നോക്കി പുള്ളി ബില്ല് എടുക്കാൻ പറ്റും ഇല്ലേ ചേട്ടാ? ബില്ല് 650 ഗ്രാമോ? പോയിന്റ് 650 പൊളിയല്ലേ മത്സരം? നല്ല ഫുഡായിരുന്നു. നമ്മള് കാണാൻ പറ്റും. പല ചാലഞ്ചുകൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നേരിട്ട് ഈ പരിപാടി എങ്ങനെയാണ് ഇതൊക്കെ തട്ടിപ്പാണോന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. നമുക്ക് അറിയാൻ തട്ടിപ്പാണോ? അല്ലല്ലോ. അല്ല ഇത് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇത് ഫുഡ് മാറ്റി വെക്കുവാണെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഒരിക്കലും തോന്നാറില്ല. ഒരു പ്രൊഫഷണൽ കഴിപ്പുകാരനാണ്. ഞങ്ങളുടെ മെയിൻ കഴിപ്പാണ് അവിടെ. ഞങ്ങളുടെ പ്രസിഡന്റൊക്കെ ആയിരുന്നു. 7 മിനിറ്റ് 10 മിനിറ്റ് കഴിച്ചപ്പം നമ്മൾ ഒരാളുടെ പാട്ടൊക്കെ കേട്ടുള്ളൂ. അടുത്ത ആളുടെ പാട്ട് കേട്ടാൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. ചേട്ടൻ ഒരു മനോഹരമായ ഒരു ഗാനം വൈബ് ഇവിടെ നിന്ന് അടിച്ചോളിയൊരു പാട്ട്. നാടൻ പാട്ട് ഒരു ചെറിയ ഒരെണ്ണം മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ അത് പാടിയിട്ട് അത് പിടിച്ചോ. ഇത് മൈക്ക് പിടിച്ചോ. എല്ലാവരും കൂടെ കൂടി അതിനെ വിജയിപ്പിക്കാനായിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു കോറസ്. ഈ പാട്ടോടെ നമുക്ക് ഈ പാട്ടോടുകൂടി വീഡിയോ വൈൻഡിങ് അപ്പിലോട്ട് പോവാ. അപ്പോൾ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പർ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ഇട്ടേക്കാം. വിളിക്കുക, എൻജോയ് ചെയ്യുക. റെഡി 1 2 3 പറയുമ്പോൾ തന്നാന താന നാന നാനേ തന്നാന താന നാന നാനേ തന്നാന താന നാന നാനേ തന്നാന താന നാന നാനേ. എന്നാലും എന്റെ നാട്ടുമാരെ എന്റെ പൊന്നാങ്ങളേക്ക്
എന്നെ വേണ്ട പോലും. എന്നാലും എന്റെ നാത്തുമാരെ നിന്റെ പൊന്നാങ്ങളൊക്കെ എന്നെ വേണ്ട പോലും. വേണമെങ്കിലും വേണ്ടെങ്കിലും എന്നെ കൊല്ലാതെ കൊണ്ടെന്നെ വീട്ടിലാക്കൂ. തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ. ഒരു തേങ്ങ എന്നിൽ അരയ്ക്കാൻ പറഞ്ഞ ഞാൻ അരമൂറി തേങ്ങ അരയ്ക്കാറുള്ളേ. ഒരു തേങ്ങ എന്നിൽ അരയ്ക്കാൻ പറഞ്ഞ ഞാൻ അരമൂറി തേങ്ങ അരയ്ക്കുള്ളില്ലേ. വേണ്ടാകിലും എന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്നെ വീട്ടിലാക്കൂ. തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ. കള്ളു കുടിച്ചെന്നെ തല്ലിയാലും എന്നും മിണ്ടാതെ ഞാനെങ്ങും കാത്തിരിക്കൂ. കള്ളു കുടിച്ചെന്നെ തല്ലിയാലും എന്നും മിണ്ടാതെ ഞാനെങ്ങും കാത്തിരിക്കൂ. വേണ്ടാകിലും എന്നെ വേണമെങ്കിലും നിന്നെ കല്ലാതെ കൊണ്ടെന്നെ വീട്ടിലാക്കൂ. തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ.